കണ്ണൂർ കണ്ണമ വനത്തിൽ കാണാതായ ആദിവാസി യുവതിക്കായി തിരച്ചിൽ തുടരുകയാണ്. പോലീസിനും വനപാലകർക്കുമൊപ്പം സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് തിരച്ചിൽ. കണ്ണമ സ്വദേശിയെ സിന്ധുവിനെ കാണാതായിട്ട് ഇന്നേക്ക് 13 ദിവസം പിന്നിടുകയാണ്. അരുൺ പൂപ്പറമ്പ ഇപ്പോൾ കണ്ണമ വനത്തിനുള്ളിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കണ്ണമ വനത്തിൽ കാണാതായ സിന്ധുവിനായുള്ള തിരച്ചിൽ 13ാം ദിവസവും തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് ഉൾപ്പെടെ ഉൾവനത്തിൽ ഉൾപ്പെടെ തെരച്ചിൽ നടത്തിയിട്ടും സിന്ധുവിനെക്കുറിച്ച് ഒരു സൂചനയും കിട്ടിയില്ല. ഇന്ന് കൂടുതൽ വിപുലമായുള്ള തെരച്ചിൽ ആണ് നടക്കുന്നത്. പോലീസ്, അതോടൊപ്പം തന്നെ വനപാലകർ, അതോടൊപ്പം വിവിധ സന്നദ്ധ സംഘടനകൾ, നാട്ടുകാരുടെ കൂട്ടായ്മകളൊക്കെ ആയി വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഈ ഉൾവനത്തിൽ ഉൾപ്പെടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ തെരച്ചിൽ ഒരു ഫലമുണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സന്നദ്ധ സംഘടന നേതൃത്വത്തിൽ 5 സ്ക്വാഡും, അതുപോലെ തന്നെ പോലീസ്, ഫയർഫോഴ്സ്, വനം വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ മറ്റ് സ്ക്വാഡും, കേരള പോലീസിലെ തണ്ടർ ബോൾട്ടിൻ്റെ വിഭാഗം കൂടിയുള്ള തെരച്ചിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് അറക്കൽ വെള്ളച്ചാട്ടവും പരിസരവുമാണ്. അപ്പോൾ ഇനി ഈ മേഖലകളിലെ തിരച്ചിൽ നമ്മൾ ഇന്ന് വൈകിട്ട് വരെ തുടരുന്നതായിരിക്കും. വനത്തിലുള്ള ദുഷ്കരമാണ്. അത് നമ്മൾ കാടറിയുന്ന ആൾക്കാരെ കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് തെരച്ചിൽ നടത്തുന്നത്. അത് കഴിഞ്ഞ 13 ദിവസമായി തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ തന്നെ ഒരു സൂചന ലഭിച്ചിരുന്നില്ല. പക്ഷേ ഈ വനത്തിൽ തന്നെ സിന്ധു ഉണ്ടാകാനുള്ള സാധ്യതയാണ് എന്തായാലും പോലീസ് അത്തരത്തിലുള്ളൊരു നിഗമനത്തിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് വനത്തിൽ ഈ വിവിധ സ്ക്വാഡുകളായി വലിയ ഏക്കർ കണക്കിനുള്ള വനമാണ്. സ്വാഭാവികമായും അതിൻ്റെ എല്ലാ മേഖലകളിലും തെരച്ചിൽ വ്യാപിപ്പിച്ചാൽ മാത്രമേ ഈ വനത്തിൽ തന്നെ ഉണ്ടോ എന്ന കാര്യത്തിലൊരു വ്യക്തത എന്തായാലും വരൂ. അതിനാണ് പോലീസ് വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ട് ഈ നാട്ടുകാരുടെ സഹായം എന്ന് പറയുമ്പോൾ വനത്തെ കുറച്ചുകൂടി അറിയുന്നവരാണ് നാട്ടുകാർ. ഒരുപക്ഷെ പോലീസിനേക്കാൾ ഈ വനത്തിൻ്റെ എല്ലാ മേഖലകളെ സംബന്ധിച്ചും അറിയുന്നവരാണ് നാട്ടുകാർ. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ സഹായം ഇതിൽ കൂടുതൽ തേടിക്കൊണ്ടുള്ള തെരച്ചിലാണ് എന്തായാലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ തെരച്ചിലിൽ ഒരു ഫലം കാണും, സിന്ധുവിനെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് എന്തായാലും ഇവർ പങ്കുവെക്കുന്നത്. ഈ കുടുംബവും കഴിഞ്ഞ 13 ദിവസമായി കാത്തിരിക്കുകയാണ്. സിന്ധുവിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അത്തരമൊരു ഫലം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. കണ്ണമം വനത്തിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24.